ഈ പുഴയും കടന്നിലണമെങ്കിൽ ഗംഗയെ ചതിയിലൂടെ കൊണ്ടുപോകുന്ന വിശാലിനെ കാണാം. അതായത് ജയപാലൻ്റെ കയ്യിൽ നിന്നും നിങ്ങളുടെ അച്ഛൻ പണം കൊടുത്തു വാങ്ങിവെച്ച ഭൂമിയെല്ലാം ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരും. അതായത് ജയപാലനാണ് നമ്മുടെ വിശാലിൻ്റെ അച്ഛനെന്ന് കാണാം. ചതിയിലൂടെ നമ്മുടെ സ്വത്തൊക്കെ കൈക്കലാക്കി വെച്ചിരിക്കുകയാണല്ലോ, അതൊക്കെ വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ യമുനയെ നല്ല രീതിയിൽ പറ്റിക്കുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ എനിക്ക് നിന്നോടുള്ള ഇഷ്ടം? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് യമുനെ എന്ന് പറയുന്നതും കാണാൻ സാധിക്കും. ഇതേ സമയം എനിക്കറിയായിരുന്നു നീ ഒരിക്കലും നിൻ്റെ അച്ഛൻ്റെ പോലെയല്ല എന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ ഒരുപാട് വിശ്വാസമൊക്കെ ആയിരുന്നു എന്ന് പറയുന്നു. അപ്പോഴേക്കും നമ്മുടെ വിശാല് പറയുന്നുണ്ട്, പെണ്ണിൻ്റെ ഒരു തെളിച്ചം കണ്ടില്ലേ, സ്വത്തൊക്കെ തിരികെ വേങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോൾ എന്നെ വിശ്വാസമായല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണെങ്കിൽ ആയി എന്ന് പറയുന്നു. ഇതിനിടയിൽ വിശാലാണെങ്കിൽ തൻ്റെ കൂടെ വരാമോ എന്ന് ചോദിക്കുന്നു. എവിടേക്കാണ് എന്ന് നമ്മുടെ യമുന ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു സർപ്രൈസാണ്, അത് ഇപ്പം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നീ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുന്നു. സർപ്രൈസിൽ ചോദ്യമില്ല എന്ന് പറയുന്നു. ഒടുവിൽ യമുന വരാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ യമുനയെയും കൂട്ടി വിശാൽ ഒരു വീട്ടിലേക്ക് പോകുന്ന കാഴ്ച കാണാൻ സാധിക്കും. അവിടെ വിശാലിൻ്റെ കൂട്ടാളികളുമുണ്ട് എന്ന് കാണാം. ഇതേ സമയം വീട്ടിലെത്തിയ ശേഷമാണ് യമുന തിരിച്ചറിയുന്നത് വിശാല് തന്നെ ചതിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ തന്നെ യമുനയാണെങ്കിൽ വിശാലിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ എന്നെ ചതിച്ചത്, എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിക്കുമ്പോൾ പിന്നെ എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയെടുത്ത സ്വത്തൊക്കെ നിങ്ങൾ കൈക്കലാക്കാൻ നോക്കിയ അതൊരിക്കലും ഞാൻ സമ്മതിക്കുമെന്ന് കരുതിയോ? നീ എന്തായാലും ഇവിടെ കിടക്ക്, നിന്നെയൊന്ന് ഇതൊക്കെ ചെയ്തിട്ടേ ഞാൻ വിടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ യമുനയാകെ പെട്ടുപോകുന്നുണ്ട്. യമുന വരാത്ത സങ്കടത്തിൽ കുടുംബം നിൽക്കുന്നു. ഒടുവിൽ വിശാലാണ് കൊണ്ടുപോയത് എന്നറിയുമ്പോൾ ജയപാലൻ്റെ വീട്ടിലേക്ക് ചെന്നെത്തുന്ന നമ്മുടെ ഗംഗയെയും വിനീതിനെയും കാണാനായിട്ട് സാധിക്കും. അവിടെ വന്ന് വിശാലിനോട് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് എൻ്റെ പെങ്ങൾ, എൻ്റെ സഹോദരി യമുനയെ നീ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയം വിശാലാണെങ്കിൽ ഞാൻ കണ്ടൊന്നുമില്ല, എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ കാവേരി വിശാലിനെ തല്ലുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധ